അതായത് 10ല് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഒരു 9A+ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇത്. ആ അഹങ്കാരത്തിൽ ഞാൻ പോയി ബയോളജി സയൻസ് എടുത്തു. 9A+ ഉണ്ടല്ലോ, ബയോളജി സയൻസ് നമുക്ക് ചുമ്മാ പഠിക്കാം, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ബയോളജി സയൻസ് എടുത്തു. അപ്പൊ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് അരുവിക്കര സ്കൂളിൽ തന്നെ +1 +2 കൂടി ചെയ്യണം, ഇവിടെ തന്നെ വരണം എന്നൊക്കെ ടീച്ചർമാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്കൂള് വളരെ ചെറുതാ, 2 ഡിപ്പാർട്ട്മെന്റ്സേ ഉള്ളൂ +2-നൊക്കെ. അപ്പം കൊമേഴ്സും ബയോളജി സയൻസും. കൊമേഴ്സ് എനിക്ക് മാത്സ്, അയ്യോ എനിക്ക് കൊമേഴ്സിനകത്ത് മാത്സ് അല്ല, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് എന്നോട് ഇത് ആരും തിരുത്തി തന്നില്ല. അതെനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ ചേച്ചി തോന്നുന്നുണ്ടോ ഞാൻ ബയോളജി സയൻസ് എടുക്കുമായിരുന്നു. ബയോളജി സയൻസിനകത്തല്ലേ മാത്സ് ഉള്ളു. എനിക്കറിയായിരുന്നു. എന്താന്നറിയാം, ഞാൻ വലിയ അമ്മയ്ക്ക് ഇത് വലിയ പിടുത്തില്ല. അമ്മ 10ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പം അമ്മ എന്നോട് എന്റെ ഇഷ്ടമാണ്, അമ്മ എന്ത് ഞാൻ പറഞ്ഞാലും മറ്റേ മുൻപത്തെ സാധനം അമ്മേനെ തലകുനിക്കരുത്. അതേ ഉള്ളൂ. അമ്മയ്ക്ക് മക്കൾ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നാൽ മതി, ആ ഒരു വൈബാണ് അമ്മ. അങ്ങനെ ഞാൻ പോയി ബയോളജി സയൻസ് എടുക്കുന്നു. ബയോളജി സയൻസ് എടുത്ത് ആദ്യത്തെ കുറച്ച് നാളൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടമാണല്ലോ പഠിക്കാൻ, പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്സിന്റെ അമ്മ ഞാൻ എങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് ഈ സാധനം ഇവിടേക്ക് കേറൂല. എനിക്കാണെങ്കിൽ കാണാപ്പാടെ പഠിക്കാൻ പറ്റൂല. ഞാനുണ്ടല്ലോ തലകുത്തിയും ഇനി സ്പെഷ്യൽ ട്യൂഷന് പോയി നോക്കി കുറച്ച് നാള്, പറ്റണില്ല. അവസാനം ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ നിർത്തി, കാരണം അവിടെ നിന്നും പഠിക്കണം, സ്കൂളിലേയും പഠിക്കണം, നടക്കില്ല ചേച്ചി. അവസാനം ഞാൻ അത് നിർത്തിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്സിന്റെ ക്ലാസ്സിന്റെ സമയത്തിന് ടീച്ചേഴ്സ് കൊണ്ട് പറഞ്ഞു, ഒരു സിനിമേന്റെ ഓഡിഷൻ നടക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അരുവിക്കര സ്കൂളാണ്, അത് വലിയ സ്കൂളല്ല. അപ്പം ചെറിയ രീതിയിലും അവിടെ ഉള്ള ആരെങ്കിലും എടുക്കുന്ന, അതായത് ഒരു വലിയ ബഡ്ജറ്റിലുള്ളതല്ലാത്ത ഒരു കുഞ്ഞു ബഡ്ജറ്റിലെ ഫിലിം എന്നുള്ള രീതിയിലാണ്. ഏത് സിനിമയിലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ ക്ലാസ്സിൽ നിന്നൊന്ന് ഇറങ്ങി പോകണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, പോണ്ടേ, കാരണം ആരും വരുന്നില്ല, ഞാൻ മാത്രമേ എൻ്റെ ക്ലാസ്സിലുള്ളൂ. കാരണം ബയോളജി സയൻസ് ആണ്, അത്യാവശ്യം എല്ലാ പിള്ളേരും പഠിക്കുന്ന പിള്ളേരാ. ഞാനിങ്ങനെ ഇരിക്കുക. അപ്പൊ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അതിന് വരുന്നില്ല. ഞാൻ പറഞ്ഞു, യെസ് ടീച്ചർ. ഞാൻ ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സാറുണ്ട്, പ്രിൻസിപ്പാളുണ്ട്, പുള്ളി വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞങ്ങളൊരു 5-6 പേരുണ്ട് സ്കൂൾ, അതായത് ഹയർ സെക്കൻഡറിന്ന് ഞങ്ങളൊരു 5-6 പേരുണ്ട്. അതിന്നപ്പോൾ സാർ വേണ്ടി പറഞ്ഞു, ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ. എൻ്റെ അമ്മ സത്യം എനിക്ക് അപ്പോൾ സാറിനെ പറ്റിയിട്ട് എനിക്ക് അറിയാം, ആക്ടർ ആണെന്ന് എനിക്ക് അറിയായിരുന്നുള്ളൂ. ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണൻ സാർ, എനിക്ക് അങ്ങനെ ആ ഒരു ടാഗ് ലൈൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സാർ കറക്റ്റ്. എന്നിട്ട് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനർ. ഞാൻ പറഞ്ഞു, പിന്നെന്താ, എനിക്കറിയില്ല, ഉറുമിയെടുത്ത് അന്നൊന്നും എനിക്ക് വലിയ, അതെന്ന് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ആ സമയത്ത് ഭയങ്കര സ്റ്റുഡിയോസ് ആണ്, ഡാൻസ് ആണ് എന്റെ മെയിൻ. ഫിലിം എന്നൊരു സാധനത്തിലേക്ക് ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ടില്ല. ഞാൻ പിന്നെന്താ പഠിത്തേക്ക് അറിയാം, പിന്നെ ഭയങ്കര സാധന. അത് കഴിഞ്ഞിട്ട് അപ്പം ശങ്കർ സാറിന്റെ അനിയനായിരുന്നു ഓഡിഷന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളോട് ഒന്നും പറയണ്ട, ക്യാമറ നോക്കുക, പേര് പറയാ, കുറച്ച് ചെറുതായിട്ടൊരു ബയോ പറയാ, പ്രൊഫൈൽസ് തരിക, പോവാ, ഇത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാനേറ്റവും ലാസ്റ്റ് പോവാം, കാരണം മാത്സ് ക്ലാസ് തീർന്നിട്ടില്ല, ഞാൻ മാത്സ് ക്ലാസ് കഴിയാൻ വേണ്ടി നിൽക്കണേ. അപ്പൊ സാറ് പറഞ്ഞു ആതിര പോവാം, കാരണം അതിനകത്തുള്ളതിൽ കുറച്ചൊക്കെ സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ആള്, കാരണം എപ്പോഴും സ്റ്റേജിൽ പോകുന്നതുകൊണ്ട് സാർ പറഞ്ഞു ആതിര ആദ്യം പോകും. ഞാൻ ഇല്ല സാർ, ഞാൻ അവസരം, ഞാൻ പേടിയുണ്ട്. ഞാൻ സാർ ക്യാമറ പേടിയാണ്, ഞാൻ ലാസ്റ്റ് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പോയി. അപ്പൊ അതിനകത്തൊരു അസിസ്റ്റന്റ് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഡാൻസർ അല്ല, അപ്പൊ ഞാൻ D4 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഡാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോഴും നമുക്കറിയാം വിളിക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് നോക്കിയപ്പോഴാണ് ഓഗസ്റ്റ് സിനിമ ഉറുമിയൊക്കെ എടുത്ത് അത്രയും വലിയൊരു ബാനറിന്റെ അടിയിലാണ് സിനിമ വരുന്നത്, ശങ്കർ രാമകൃഷ്ണൻ സാറ്. ഞാൻ എന്നിട്ട് അന്തം ഞാൻ പറഞ്ഞു കിട്ടില്ല, വിളിക്കില്ല. അപ്പൊ എനിക്ക് ഈ സിനിമയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, ഓഗസ്റ്റ് സിനിമയുടെ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, ഈ D4 ഡാൻസിൽ പോയ കിളി രണ്ടാമത് ഒരിക്കൽ കൂടി പോയി. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കാറിയോ, സിനിമയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സിനിമ എന്ന് പറയണതിന് മുന്നേ നാട്ടുകാർ തുടങ്ങി, സിനിമയോ, ഇത് ആഗ്രഹിച്ചാൽ പോരെ, ഇല്ലെങ്കിൽ കിട്ടുവാഞ്ഞിട്ടാണോ. ഇപ്പോഴും പറയുന്നവരുണ്ട് ചേച്ചി, എന്നോട് ഇപ്പോഴും പറയുന്നവരുണ്ട്, സിനിമയോ കിട്ടുക എന്ന് ഉറപ്പുണ്ടായിട്ടാണോ ഈ കിടന്ന് ലൈക്ക് മരിക്കുന്നത്, കിട്ടുന്നില്ല, ഇത്രയും എല്ലാം ഉള്ളവർ എന്നോട് ഇപ്പോഴും പറയാറുണ്ട്, എല്ലാം ഉള്ളവർ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, അപ്പോഴാണോ നീ ട്രൈ ചെയ്യുന്നതൊക്കെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ലൈക്ക് നെവർ മൈൻഡ്, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഓഡിഷന് പോകുമ്പോൾ സാറുണ്ട്, ശങ്കർ രാമകൃഷ്ണൻ സാറുണ്ട്. അപ്പൊ ഞാൻ കണ്ടപ്പോഴേ, കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന ഒരാളാണല്ലോ, റിയാലിറ്റി ഷോ അല്ലല്ലോ സിനിമ എന്ന് പറയുമ്പോൾ, അതിന് വേറെ തന്നെ ഒരു ലോകമല്ലേ. അപ്പൊ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള, എനിക്ക് സാറിനെ കണ്ടപ്പോൾ ആദ്യം വന്നത് സ്പിരിറ്റ് സിനിമയിലെ സാറ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ സാറ് വന്നിട്ട് പറഞ്ഞു അതൊരു ഡാൻസർ ആണല്ലേ. ഞാൻ പറഞ്ഞു സാർ ഡാൻസ് ചെയ്യൂ, വേറെ ഒന്നും ചെയ്യണ്ട, ഡാൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യും? ഞാൻ ക്ലാസിക്കലും വെസ്റ്റേൺ. അപ്പം D4 ചെയ്തതിന്റെ ഭയങ്കര സാർ ഞാൻ കോൺഫിഡന്റ് ആണ് വെസ്റ്റേൺ. അപ്പൊ സാർ പറഞ്ഞു രണ്ടും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു സോങ് ഇട്ട് തന്നു.
എന്നിട്ട് അത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാർ ആദ്യം പറഞ്ഞു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ എന്ന് പറഞ്ഞു, ഭയങ്കര ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു ഫൈറ്റ് ചെയ്യുമോ അതിരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ അല്ല സ്റ്റൺസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോട് ഇപ്പോഴും ആരും എന്ത് ചോദിച്ചാലും ഞാൻ യെസ് എന്നെ കൊണ്ട് പറ്റും. അല്ലാണ്ട് എനിക്കൊരു ഡൗട്ട് അയ്യോ പറ്റൂ ഇല്ലയെന്നുള്ള സാധനം ഇല്ല. ആരും ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റും പിന്നെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം, ഞാൻ വിളിക്കാം അതിരാന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് പിന്നീട് വിളിച്ചു. ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു, ആക്ഷൻ ക്യാമ്പ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ സീനൊന്നും ഇല്ല, അതിനകത്തൊരു സോങ്ങിന്റെ ഇടയ്ക്ക് വരുന്നൊരു ആക്ഷൻ സീക്വൻസ് ആണ് 18-ാം പടിയിൽ ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അതിൽ നിന്നാണ് ശരിക്കും അതൊരു ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഫിലിമിന്റെ ക്യാമ്പുകളൊക്കെ തുടങ്ങുന്നത്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറിയിട്ട് ഞാൻ കോളേജിൽ അതിന്റെ പ്രൊമോഷന് പോയിട്ടുണ്ട്. എൻ്റെ കോളേജിൽ ഞാൻ എൻ്റെ പ്രൊമോഷന് പോയിട്ടുണ്ട്. ആ ടൈമിലാണ് റിലീസ് ആവുന്നത്. സോ ആ ഒരു 1.5 years 2 years എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഉള്ളിലെ പ്രോസസ്സിൽ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഡാൻസിനെക്കാളും എനിക്ക് ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി തുടങ്ങി. എനിക്ക് തോന്നി തുടങ്ങി അതായത് എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ലൈക്ക് ആക്ട് ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട് അതായത് ഭയങ്കര എക്സ്പ്രസീവ് വൈസ് ആണ്, ഭയങ്കര ഗ്രേസ് ഉള്ള ഫേസ് ആണ്, ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത്. അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അല്ലേ, ഓക്കെ നമ്മളെ കൊണ്ട് ഇത് പറ്റും. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് വന്ന് തുടങ്ങിയ ശേഷമാണ് സിനിമ കുറച്ചുകൂടി എന്താ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും ട്രൈ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. ഇപ്പൊ വല്ല സിനിമയിൽ വിളിച്ചിട്ടുണ്ടോ? ഞാൻ അത് കഴിഞ്ഞിട്ട് ശങ്കർ സാറിന്റെ തന്നെ റാണിയില്, ഭാവന മാമിന്റെ റാണിയിൽ അത്യാവശ്യം ഡയലോഗ്സ് ഒക്കെ ഉള്ള റോളാണ്, അതിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മുസ്തഫ സാറിന്റെ നമ്മുടെ കപ്പേളേന്റെ ഡയറക്ടർ മുസ്തഫക്കയുടെ മുറ എന്ന് പറഞ്ഞ സിനിമയുടെ അതില് ഭയങ്കര ഒരു ചെറിയ വേഷമാണ് അതിനകത്ത്. കാരണം അതിനകത്ത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ഒന്ന് കട്ട് ചെയ്യും. ആ സിനിമ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ലൈക്ക് അവരുടെ സ്റ്റോറിയാണ്. അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓഡിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓഡിഷൻസിലൊക്കെ എങ്ങനെയാണ് ഇപ്പം കോൺഫിഡൻസ് വർദ്ധിക്കുകയാണോ ചെയ്തത്? അതായത് ഇതിപ്പോ ഏത് രീതിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ തോട്ടിന്റെ പ്രശ്നമായിരിക്കാം. അതായത് ഇപ്പൊ 18-ാം പടിയിലും എനിക്ക് തോന്നുന്നു സാറ്, പക്ഷെ അതെനിക്ക് ഭയങ്കര നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്നൊരു സാധനം തന്നെയാണ്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രിയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയൊരു സാധനമാണ്. കാരണം ഒരു ഫൈറ്റ് ചെയ്യുക, അതിന്റെ കൊറിയോഗ്രാഫർ വന്നിട്ട് കെച്ച എന്ന് പറഞ്ഞ മാസ്റ്ററാണ്, ഈ ടൈഗർ ഷെറഫിന്റെ ഒക്കെ പേഴ്സണൽ ട്രെയിനറാണ്. പുള്ളി പോലൊരു ബാഹുബലിന്റെ ഒക്കെ 2 ഒക്കെ ചെയ്ത പുള്ളിയാണ്. പുള്ളി പോലൊരാൾ വന്ന് നമുക്കിങ്ങനെ ട്രെയിൻ ചെയ്യുക, അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാണിയിൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം സാറ് റാണിന്റെ ഷൂട്ടിന്റെ സമയത്ത് ശങ്കർ സാർ തന്നെയാണ് ഡയറക്ടർ. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു അതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ജെനി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് അതിൽ ചെയ്താൽ അത് നന്നാവും എന്ന് തോന്നുന്നു. 18-ാം പടിയിലുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട് സാറിന്റെ റാണിയിൽ, അപ്പം അതിലെനിക്ക് അതിനെ വേണമെന്ന് തോന്നുന്നു, അതിനെ വന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ശങ്കർ സാർ തന്നെയാണ് വിളിച്ചത്. ശങ്കർ സാർ അതിൻ്റെ ഒരു ഷൂട്ട്, അതായത് ഒരു സീൻ കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ പോവാ, അതായത് മിഡ് നൈറ്റ് ആണ് എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞത്. ഞാൻ രാവിലെ കിടന്ന് ഉറങ്ങുക, വെളുപ്പിന് 6 മണിക്ക്. സാറിൻ്റെ 6 മണിക്ക് വിളിക്കുക, ദൈവമേ തീർന്ന്. കാരണം എനിക്ക് അതിനകത്ത് തമിഴാണ്, എൻ്റെ ക്യാരക്ടർ സംസാരിക്കുന്നത് തമിഴാണ്. അപ്പൊ സാർ എനിക്ക് മലയാളത്തിൽ ഡയലോഗ് എന്നോട് ചോദിച്ചു തമിഴ് അറിയൂ? ഞാൻ പറഞ്ഞു ഞാനൊരു 3 മാസം ചെന്നൈയിലുണ്ടായിരുന്നു, ഒരു ഷോയിൻ്റെ ഇതായിട്ട് ചെന്നൈയിലുണ്ടായിരുന്നു. ഞാനിത് സാറിനോട് എപ്പോഴോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തമിഴ് അറിയാം, അത് സംസാരിക്കാൻ അറിയാം, എഴുതാന്നല്ല സംസാരിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ എനിക്ക് മലയാളത്തിലെ ഡയലോഗ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു അതിരുന്ന് പെട്ടെന്ന് തമിഴിലാക്കിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സാർ അത്രയ്ക്കുള്ള തമിഴ്. സാർ പറഞ്ഞു അത് കുഴപ്പമില്ല, അറിയുന്ന തമിഴിലേക്ക് മാറ്റിക്കോന്ന് പറഞ്ഞു. അവരോട് ജെനി ഇങ്ങനെ മലയാളം അറിയാന്നുള്ള, എന്നാൽ തമിഴ് നേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, അപ്പം തമിഴിലേക്ക് ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡയലോഗ് തമിഴിലേക്ക്, അതൊരു വലിയ ലോങ് സീനാണ്, എൻ്റെ മോണലോഗാണ്. അപ്പം അത്രയും ലോങ് സീൻ ഞാൻ തമിഴിലേക്ക് ആക്കി, തമിഴ് പഠിച്ച് അതൊരൊറ്റ സിംഗിൾ ടേക്കാണ്. അതൊരു 3-4 വട്ടം ടേക്ക് എടുത്തിട്ടാണ് ഓക്കെ ചെയ്തത്. അപ്പം സാറ് വെളുപ്പിന് 6 മണിക്ക് എന്നെ വിളിക്കുക ആ ഷോട്ട് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വെച്ചാൽ ദൈവമേ അതിനകത്ത് എന്തെങ്കിലും പൊട്ടത്തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഞാൻ അറിയില്ലല്ലോ, എന്തിൻ്റെ ആണെന്ന് അറിഞ്ഞൂടാ. സാറ് വിളിച്ചിട്ട് പറഞ്ഞു മോളെ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഞാൻ എനിക്ക് മറ്റേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചാടണോ എന്തെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാർ ചിലപ്പോൾ ഞങ്ങളിത് എഡിറ്റ് ചെയ്ത് കളയും, അത് അറിയില്ല. കാരണം സാർ അതപ്പം ഫൈനൽ ഷോട്ട് ഇത് സ്പോട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാന്ന് പറഞ്ഞു. ഇനി സിനിമയിൽ ഇത് ഉണ്ടാവോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഫ്യൂച്ചർ യു ഹാവ് എ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ അടിപൊളി, ഗ്രേറ്റ് മതി. അത് ഭയങ്കര ഇതായിരുന്നു.